സമസ്തയിലെ ഭിന്നത അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. സമസ്തയ്ക്കും സുപ്രഭാതത്തിനുമെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച മുശാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി കൂരിയാടിനോട് നേതൃത്വം വിശദീകരണം തേടി. എന്തൊക്കെയാണ് സമസ്തയിലും അവരുടെ മുഖപത്രമായ സുപ്രഭാതത്തിലും സംഭവിക്കുന്നത്? അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തില് ചില നയമാറ്റങ്ങളെ വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നയമാറ്റം ഉള്ളത് കൊണ്ട് ഈ പശ്ചാത്തലത്തിൽ അതിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ അതിൽ പോകാതിരുന്നത്. ഇടതുപക്ഷവുമായി അടുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അതിന്റെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സമസ്ത നേതാവാണ് ബഹാവുദ്ദീൻ നദ്വി. CIC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹക്കീം ഫൈസി അദ്രിശ്ശേരിയെ പുറത്താക്കിയത് മുതൽ നദ്വിക്ക് വിയോജിപ്പുകളുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്ര അസ്തിത്വമുള്ള സംഘടനയായി സമസ്തയെ മാറ്റാനുള്ള ജിഫ്രി തങ്ങളുടെ ശ്രമങ്ങളെ പലപ്പോഴും പരോക്ഷമായി കുറ്റപ്പെടുത്തി. സമുദായത്തിന്റെ ആത്മീയ നേതൃത്വമാവാനുള്ള സാദിഖലി തങ്ങളുടെ ശ്രമങ്ങൾക്ക് ബഹാവുദ്ദീൻ നദ്വിയുടെ പിന്തുണയുണ്ടായിരുന്നു. നേരത്തെ പരോക്ഷമായി പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ വിയോജിപ്പുകളും പരസ്യമാക്കിയിരിക്കുകയാണ് നദ്വി. സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കുന്നുവെന്നും സുപ്രഭാതത്തിന് നയവ്യതിയാനമുണ്ടായെന്നുമാണ് വിമർശനം. ജിഫ്രി തങ്ങൾ നയം മാറ്റണമെന്ന് പരസ്യമായി പറഞ്ഞ നദ്വിയെ ഇനി കാത്തിരിക്കുന്നത് എന്താണ്? സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരുന്ന് മുശാവറ അംഗമായ ബഹാവുദ്ദീൻ നദ്വി നടത്തിയ വിമർശനം ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന വിലയിരുത്തലാണ് സമസ്ത. അതുകൊണ്ടാണ് 48 മണിക്കൂറിനകം വിശദീകരണം വേണമെന്ന അസാധാരണ നടപടിയിലേക്ക് നേതൃത്വം നീങ്ങിയത്. ഇന്നുയർത്തിയ വിമർശനങ്ങളിൽ ബഹാവുദ്ദീൻ നദ്വി ഉറച്ചു നിൽക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സമസ്ത നേതൃത്വം നടപടിയിലേക്ക് നീങ്ങിയേക്കും. സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കിയാലും അത്ഭുതപ്പെടാനില്ല. സമസ്ത നടപടികളിലേക്ക് കടക്കും എന്നതിന്റെ സൂചനയാണ് പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രവർത്തകരോട് SKSSF നടത്തിയ ആഹ്വാനം. പക്ഷേ അതിനുള്ള പിന്തുണ പണ്ഡിത സഭയായ മുശാവറയിൽ ജിഫ്രി തങ്ങൾക്കുണ്ടാകുമോ? 30 അംഗ മുശാവറയിൽ ജിഫ്രി തങ്ങളെ പിന്തുണക്കുന്നവർ ന്യൂനപക്ഷമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. ബഹാവുദ്ദീൻ നദ്വിക്കെതിരായ നടപടിക്ക് മുശാവറയുടെ അംഗീകാരമുണ്ടാവില്ലെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. നദ്വിയെ കാത്തിരിക്കുന്നത് ഹക്കീം ഫൈസിയുടെ വിധിയാണെങ്കിൽ മുസ്ലിം ലീഗ് അടങ്ങിയിരിക്കില്ല. സമസ്തയിൽ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ഒപ്പം നിർത്താനാവും ലീഗിന്റെ ശ്രമം. ജിഫ്രി തങ്ങൾക്ക് പകരം MT അബ്ദുള്ള മുസ്ലിയാർ സമസ്ത അധ്യക്ഷ സ്ഥാനത്ത് വരണമെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. വേണമെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാമെന്നും സംഘടനയെ തകർക്കരുതെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നീക്കം മുന്നിൽ കണ്ടാണ്. നിഴൽ യുദ്ധം പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് കടക്കുമ്പോൾ ആര് നേട്ടമുണ്ടാക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം.